ഹലോ, ഹായ് മുത്തുമണീസുകളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് പച്ചക്കറി തൈ നടാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നമ്മളെ കയ്യിൽ നല്ലൊരു തക്കാളി തൈ ഉണ്ട്. അപ്പോൾ അതൊന്നും നടാൻ നമുക്ക് വേറെ നിലത്തൊന്നും നടാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് നമുക്ക് വിചാരിച്ച് എന്ത് ചെയ്ത് ഈ പ്ലാസ്റ്റിക് ബോട്ടിലിൽ നടാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇതിലൊക്കെ നട്ടാൽ നല്ലോണം ഉണ്ടാവും കേട്ടോ. പിന്നെ ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരൊക്കെ ആണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാം കേട്ടോ. പിന്നെ നിങ്ങൾ കമൻറ്റുകൾ അറിയിക്കും ചെയ്യാം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനത്തെ ഈ ബോട്ടിൽ കുപ്പി ഇതുപോലെ ഇങ്ങോട്ട് നമ്മൾ ഇവിടെ മേൽഭാഗം ഇങ്ങോട്ടുണ്ടോ ഇതുപോലെ ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. നല്ല വലുപ്പമുള്ള ബോട്ടിലാണല്ലോ, ഇത് 5 ലിറ്ററിൻ്റെ വെള്ള കുപ്പിയാണ്, ബോട്ടിൽ കുപ്പിയാണ്. പിന്നെ താഴെ ഭാഗം അടിഭാഗം ഞാൻ ഇതുപോലെ ഇങ്ങനെ ഓട്ടാക്കി വെച്ചിന് കേട്ടോ. പിന്നെ ഞാൻ ഒരു പഴയ കത്തി ഉണ്ടായിന്, അത് ചൂടാക്കിയിട്ട് ഇങ്ങനെ ഓട്ടാക്കി വെച്ചതാണ്. അതിന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇനിയാണ് നമുക്ക് അടുത്ത പരിപാടി. പിന്നെ ഞാൻ അതിലേക്കുള്ള എന്താട്ടോ മണ്ണും പിന്നെ വെണ്ണീര്, കരിയില കത്തിച്ചത് അതൊക്കെ പാടെ ഒന്നിച്ച് യോജിപ്പിച്ചതാ. മണ്ണ് ഇതുപോലെ ഇങ്ങോട്ട് നല്ലോണം നന്നായിട്ട് ഇങ്ങോട്ട് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. ഇതാണ് നമ്മളെ പച്ചക്കറി തൈ നടാനും ചെടി നടാനൊക്കെ ഉപയോഗിക്കുന്ന മണ്ണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പച്ചക്കറി തൈയൊക്കെ നടണതിന് മുന്നേ ഫസ്റ്റ് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ കുറച്ച് കരിയില ഇങ്ങോട്ട് ഇടും കേട്ടോ. അതെന്താ വെച്ചാൽ തന്നെ വെള്ളത്തിന് നമുക്കൊരു ഈർപ്പം കിട്ടാൻ, പിന്നെ എപ്പോഴും നനക്കാൻ ഇപ്പം വെള്ളത്തിന് ഭയങ്കര ക്ഷാമമുള്ളൊരു ടൈമാണല്ലോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങോട്ട് ഇട്ടാൽ എന്താ പറഞ്ഞോ, ഡെയിലി നനക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് കുറച്ച് കരിയില ഇങ്ങോട്ട് ഇടുക. അതിൻ്റെ മുകളിൽ നമ്മൾ മിക്സ്ഡ് മണ്ണിതാ അതും ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം എന്നിട്ട് ഇളക്കിയിട്ട് ഇനി കുറച്ചുകൂടി ഞാനിങ്ങനെ കരിയില ഇടുകയാണ് കേട്ടോ. ഞാൻ പച്ചക്കറി തൈ നടുമ്പോൾ ഇങ്ങനെയാണ് സാധാരണ ചെയ്യൽ. അപ്പം നല്ലോണം നന്നായിട്ട് ഉണ്ടാവും കേട്ടോ. എനിക്ക് ഒരുപാട് തൈകൾ ഇപ്പോൾ നമ്മൾ ടെറസിൻ്റെ മുകളിലാണ് വെച്ചത് കേട്ടോ. അവിടെ ആകുമ്പോൾ നല്ലോണം സൂര്യപ്രകാശം കിട്ടും. നമുക്ക് അവിടെ വെച്ചാൽ എന്താണ് കോഴികളൊന്നും നമ്മളെ പച്ചക്കറി തൈ ഒന്നും കേട് വരുത്തില്ല ടെറസിൻ്റെ മുകളിലാകുമ്പോൾ. പിന്നെ ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ മണ്ണിട്ട്, ഇനി നമ്മളെ കയ്യിലുള്ള ഒരു തക്കാളി തൈ ഉണ്ട്, അതുകൂടി നമുക്ക് ഇതിലേക്കായിട്ട് നടാം. ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കേണ്ടി. സ്ഥലമില്ലാത്തവർക്കൊക്കെ ഇതൊക്കെ നല്ലൊരിതാണ് കേട്ടോ. എല്ലാവർക്കും ഇപ്പോൾ സ്ഥലം ഉണ്ടായിരിക്കണം എന്നില്ലല്ലോ. അപ്പം നമുക്ക് ഒരു പച്ചക്കറി തൈ, എന്ത് പച്ചമുളകായാലും തക്കാളി ആണെങ്കിലും എന്താണെങ്കിലും ഓരോന്ന് നമുക്ക് ഇങ്ങനത്തെ ഒക്കെ ഓരോ ബോട്ടിലുകളിലൊക്കെ നട്ട് പിടിപ്പിക്കുക. അധികം കാലം നീണ്ടു നിൽക്കില്ലെങ്കിലും നമുക്ക് ആവശ്യത്തിനുള്ളതുണ്ടല്ലോ, ഒരു 2 മാസം 3 മാസം വരെയൊക്കെ ഈ തക്കാളി തൈ ഇങ്ങനെ അതേപോലെ നിൽക്കും കേട്ടോ. നമുക്ക് അത്യാവശ്യത്തിനുള്ള പച്ചക്കറിയൊക്കെ നമുക്ക് തന്നെ ഇതുപോലെ നട്ട് പിടിപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് നമ്മളെ തക്കാളി തൈട്ടോ. അത് ഇനി ഇങ്ങോട്ട് ഉഷാറായിട്ട് വരും കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ നിൽക്കണത് നോക്കണ്ട, അത് നമ്മൾ നടുമ്പം തന്നെ അതിൻ്റെ വിത്തിടുന്ന സമയത്ത് അതിലുള്ള ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ പിരിച്ച് കുഴിച്ചിട്ടേനി. അപ്പോൾ ഇത് മാത്രം അടറ്റപ്പെട്ട് പോയിനി, അത് ഞാനൊന്ന് പിരിച്ച് കുഴിച്ചിടാമെന്ന് വിചാരിച്ച്. കണ്ടില്ലേ, ഇതുപോലത്തെ ബോട്ടിലൊക്കെ ഒന്ന് നട്ട് നോക്കേണ്ടി. ഇനി നമുക്കിത് എവിടെ വെക്കണമെന്നുള്ളത്, ഇതിപ്പോൾ ഞാനൊന്ന് 2 ദിവസം ഒരു തണലത്ത് വെക്കും. അതിൻ്റെ ശേഷമാണ് ഞാൻ പിന്നെ ഒന്ന് ടെറസിൻ്റെ മുകളിലേക്ക് വെക്കട്ടോ. നല്ല ഉഷാറിൽ തന്നെ ഇനി ഇതുണ്ടാവും, പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും കേട്ടോ. ഇതുപോലൊക്കെ നട്ടൂരൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് അറിയിക്കാം. അപ്പോൾ ഞാനിത് വെക്കുന്ന സ്ഥലം ഒന്ന് കാണിച്ചു തരാം. നമ്മളെ കിച്ചൻ്റെ പിറകു വശത്താട്ടോ നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടേക്കാണ് വെക്കുന്നത്. ഇവിടെ ഞാൻ കുറേ പച്ചക്കറി തൈ വെച്ചിനി, അതൊക്കെ ഞാൻ പിടിച്ചതിൻ്റെ ശേഷം ഞാൻ ടെറസിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയി വെച്ചതാണ്. ഇവിടെ ആകുമ്പോൾ ഒരു തണുപ്പ് ഇപ്പം കിട്ടും, തണലുള്ളതുകൊണ്ട്. ഇതൊന്ന് പിടിച്ച് വന്നതിൻ്റെ ശേഷം നമുക്ക് ടെറസിൻ്റെ മുകളിലേക്ക് വെക്കാം. ഇതുപോലൊക്കെ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കേണ്ടി. നമുക്ക് ഒരു ദിവസം ഒരു പച്ചക്കറി തൈ എന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് നട്ട് നോക്കാം. പിന്നെ ഞാൻ മുകൾ ഭാഗം ഉണ്ടായിന്, ഈ അടുപ്പിൻ്റെ ഭാഗമല്ലേ, അതും നമുക്ക് അതിലേക്ക് എന്തെങ്കിലും ഒന്ന് വെറുതെ ഒന്ന് നടാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ അതിനും കുറച്ചൊന്ന് മണ്ണാക്കിയിട്ട് അതിൽ 10 മണിച്ചെടി നടാമെന്ന് വിചാരിച്ചിട്ടോ. വെറുതെ ഒഴിവാക്കണ്ടല്ലോ, എന്ത് കിട്ടിയാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് നട്ട് പിടിപ്പിക്കുകയാണെങ്കിൽ ഒരു ഭംഗി തന്നെയാണല്ലോ ഇതൊക്കെ ഇങ്ങനെ കാണാനൊക്കെ. നമ്മൾ എന്തെങ്കിലും ഒന്ന് നട്ട് അതൊന്നിങ്ങനെ ആസ്വദിക്കുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി കേട്ടോ. ഇതിനോടൊക്കെ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് അറിയിക്കാം. പിന്നെ ഞാൻ ഇതിൽ ഒരു 2-3 ഇങ്ങനെ 8 മണിച്ചെടീൻ്റെ ഇത് കമ്പിങ്ങനെ നട്ട് കൊടുക്കുക. അതൊക്കെ വേഗം പിടിക്കുന്ന സാധനം, ഇതിന് അധികം ടൈമൊന്നും വേണ്ട. എന്തിനും ഒന്നും ഒഴിവാക്കേണ്ട ആവശ്യമില്ല. വലിയ പാത്രം, വലിയ ബോട്ടിൽ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. ഫസ്റ്റ് ടൈം ഇത് കാണുമ്പോൾ നമുക്കൊരിത് ഭംഗി ഉണ്ടാവില്ല. ഇതിലൊക്കെ പൂവിട്ട് നിൽക്കുമ്പോൾ ഇത് എന്തിനാണ് നട്ടതെന്ന് തന്നെ ആർക്കും അറിയില്ല കേട്ടോ. അപ്പോൾ ഇതുപോലൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണ്ടേ. പിന്നെ ആദ്യമായിട്ട് വീഡിയോസൊക്കെ നമ്മളത് കാണുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങളെ കമൻറ്റ് അറിയിക്കുക. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകൾ അറിയിക്കുക കേട്ടോ.
അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബായ്. ഏത് ചെടികൾ നടാത്തവരും ഇങ്ങനൊക്കെ ഒന്ന് നട്ടു നോക്കേണ്ടിട്ടോ. ഓക്കേ.